വെൽക്കം ടു +2 ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്. ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന രണ്ടാമത്തെ അധ്യായത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ടൈലേഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഈ 3 കാര്യങ്ങളാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പഠിക്കാൻ വേണ്ടി ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗം, അതായത് ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നു. ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഹെൻറി ഫയോളിൻ്റെ പ്രധാനപ്പെട്ട 14 തത്വങ്ങളാണ് ഈ വിഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യത്തെ തത്വം എന്താണെന്ന് പരിശോധിക്കാം. ഡിവിഷൻ ഓഫ് വർക്ക്, തൊഴിൽ വിഭജനമാണ് ഒന്നാമത്തെ തത്വം. ഒന്നാമത്തെ തത്വം തൊഴിൽ വിഭജനം അഥവാ ഡിവിഷൻ ഓഫ് വർക്ക്. ജോലി ചെറിയ ചെറിയ ഘടകങ്ങളായി വിഭജിച്ച് അർഹരായ വ്യക്തികൾക്ക് അവരുടെ കഴിവും യോഗ്യതയും അനുസരിച്ച് നൽകുന്നതിനെയാണ് തൊഴിൽ വിഭജനം എന്ന് പറയുന്നത്. തൊഴിൽ വിഭജനം വിശേഷവൽക്കരണത്തിലേക്ക് നയിക്കപ്പെടും. ഡിവൈഡിംഗ് ദി വർക്ക് ഇൻ ടു സ്മോൾ ടാസ്ക് ഓർ ജോബ്സ് ആൻഡ് അസൈനിങ് ഈച്ച് ഓഫ് ദം ടു കോമ്പിറ്റൻറ്റ് പേഴ്സൺസ് according to their ability and qualification is called division of work. Division of work lead to specialization. Second, authority and responsibility. അധികാര ഉത്തരവാദിത്ത ബന്ധം. അധികാരത്തിനും ഉത്തരവാദിത്തത്തിനും തമ്മിൽ ഒരു സമതുലനാവസ്ഥ നിലനിർത്തുക എന്നതാണ് അധികാര ഉത്തരവാദിത്ത തുലനം എന്ന തത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. That is, maintaining a balance between authority and responsibility is meant by the principle of parity between authority and responsibility. Authority is the right to exact obedience. It is the power or right of a person to command his subordinates. Authority എന്ന് പറഞ്ഞാൽ കീഴ്ജീവനക്കാർക്ക് കൽപ്പന കൊടുക്കാനുള്ള മേധാവികളുടെ അവകാശത്തിനാണ് അധികാരം അഥവാ അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഈസ് ദി ഒബ്ലിഗേഷൻ ഓഫ് എ പേഴ്സൺ ടു പെർഫോം ദി ടാസ്ക് ഓർ ഡ്യൂട്ടീസ് അസൈൻഡ് ടു ഹിം. ഉത്തരവാദിത്തം അഥവാ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജോലി വിഭജിച്ച് നിർവഹിക്കാൻ വേണ്ടി ലഭിച്ചു കഴിഞ്ഞാൽ അത് നിർവഹിക്കാനുള്ള ബാധ്യതയെ ആണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. തേർഡ് പ്രിൻസിപ്പിൾ, ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം. സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനെയാണ് അച്ചടക്കം എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് അച്ചടക്കം അനിവാര്യമാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഡിസിപ്ലിൻ ഈസ് ദി ഒബീഡിയൻസ് ഓഫ് ഓർഗനൈസേഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനെയാണ് അച്ചടക്കം എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ ഈസ് ആബ്സല്യൂട്ട്ലി എസൻഷ്യൽ ഫോർ ദി സ്മൂത്ത് ആൻഡ് സക്സസ്ഫുൾ റണ്ണിങ് ഓഫ് എനി ഓർഗനൈസേഷൻ. സ്ഥാപനം എന്തുമാവട്ടെ, അവ വിജയകരമായി നടത്തിക്കൊണ്ടുപോകുവാൻ അച്ചടക്കം അഥവാ ഡിസിപ്ലിൻ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഫോർത്ത് പ്രിൻസിപ്പിൾ, യൂണിറ്റി ഓഫ് കമാൻഡ്. കൽപ്പനകളുടെ ഐക്യം അഥവാ യൂണിറ്റി ഓഫ് കമാൻഡ്. ഈ തത്വമനുസരിച്ച് ഒരു തൊഴിലാളി ഒരു സമയത്ത് ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്ന് മാത്രം കൽപ്പനകൾ സ്വീകരിക്കുക, അതേപോലെ തന്നെ അദ്ദേഹത്തോട് മാത്രം ഉത്തരം പറയുകയും ചെയ്യുക എന്നതാണ് ഈ തത്വം പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. The principle of unity of command means that an employee should receive orders, instructions, directions and guidance from
വൺ സുപ്പീരിയർ ഓൺലി ഫോർ എനി ആക്ഷൻ ഓർ ആക്ടിവിറ്റി. ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒരു സമയം ഒരു കീഴ്ജീവനക്കാരന് ഒന്നിലധികം മേധാവികളുണ്ടെങ്കിൽ അത് എന്തിലേക്ക് നയിക്കപ്പെടാം? ആശയക്കുഴപ്പത്തിലേക്ക്, കൺഫ്യൂഷനിലേക്ക് നയിക്കപ്പെടാം എന്നതാണ് ഫയോൾ ഈ തത്വത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എന്താണെന്ന് ശ്രദ്ധിക്കുക. ഒരേ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മേധാവിയും ഒരു പദ്ധതിയും മാത്രമേ പാടുള്ളൂ എന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ വ്യക്തമാക്കുന്നത്. എന്താണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിംഗ് ദി സെയിം ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. സിക്സ്ത് പ്രിൻസിപ്പിൾ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. വ്യക്തി താൽപ്പര്യം പൊതു താൽപ്പര്യത്തിന് വിധേയമാക്കൂൽ. ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക ജീവനക്കാരൻ്റെ താൽപ്പര്യത്തിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് സ്ഥാപനത്തിൻ്റെ താൽപ്പര്യത്തിനാണെന്ന് ഈ തത്വം പ്രതിപാദിക്കുന്നു. വ്യക്തി താൽപ്പര്യം പൊതു താൽപ്പര്യത്തിന് വിധേയമാക്കുക. സ്ഥാപനത്തിലെ വ്യക്തികൾക്കും സ്ഥാപനത്തിനു തന്നെയും താൽപ്പര്യങ്ങൾ ഉണ്ടാകാം. ഇതിൽ വ്യക്തി താൽപ്പര്യം സ്ഥാപനത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതും സ്ഥാപനത്തിൻ്റെ താൽപ്പര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുമാണെന്ന് ഈ തത്വം പ്രതിപാദിക്കുന്നു. സെവൻത് പ്രിൻസിപ്പിൾ, റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണൽ. ജീവനക്കാർക്കുള്ള പ്രതിഫലം. സ്ഥാപനത്തിലെ ജീവനക്കാർക്കുള്ള പ്രതിഫലം ന്യായയുക്തമായിട്ടുള്ളതായിരിക്കണം എന്നതാണ് ഈ തത്വം പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ആ വേതന സമ്പ്രദായത്തിലൂടെ ജീവനക്കാരന് തൃപ്തിയും അതോടൊപ്പം തന്നെ സ്ഥാപനത്തിനും തൃപ്തി ഉണ്ടാകുന്നതും ആയിരിക്കണം എന്നതാണ് ഈ തത്വം പ്രതിപാദിക്കുന്ന കാര്യം. ദിസ് പ്രിൻസിപ്പിൾ മീൻസ് ദാറ്റ് the remuneration paid to the personnel for the work put in by them should be fair and as far as possible should afford satisfaction to the personnel and the concern. Next, eighth principle, centralization and decentralization. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം കുറച്ചാളുകളിൽ, മാനേജർമാരിൽ നിലനിർത്തുകയാണെങ്കിൽ അതിനെയാണ് കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ആ അധികാരം കീഴ്ജീവനക്കാർക്കും നൽകുകയാണെങ്കിൽ അതിനെ വികേന്ദ്രീകരണം എന്ന് പറയുന്നു. സ്ഥാപനങ്ങളിൽ കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും തമ്മിലുള്ളൊരു ബന്ധം എന്തായാലും ഉണ്ടായിരിക്കണം. ചെറുകിട സ്ഥാപനങ്ങളാണെങ്കിൽ സെൻട്രലൈസേഷൻ ഗുണകരമാണ്, കേന്ദ്രീകരണം ഗുണകരമാണ്. എന്നാൽ വൻകിട സ്ഥാപനങ്ങളാണെങ്കിൽ വികേന്ദ്രീകരണമാണ് ഏറ്റവും നല്ലത്. ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമതയെ അത് വർദ്ധിപ്പിക്കുന്നതായിരിക്കും എന്നതാണ് ഈ തത്വം പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ജീവനക്കാരുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് വികേന്ദ്രീകരണം, ജീവനക്കാരുടെ പ്രാധാന്യത്തെ കുറക്കുന്ന ഒന്നാണ് കേന്ദ്രീകരണം അഥവാ സെൻട്രലൈസേഷൻ. ഇവ തമ്മിലൊരു ബന്ധം നിലനിർത്തുകയാണെങ്കിൽ വളരെ നന്നായി ഭരണനിർവഹണം സാധ്യമാകും. നയൻത് പ്രിൻസിപ്പിൾ, സ്കാലാർ ചെയിൻ. ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള മേധാവി മുതൽ ഏറ്റവും താഴെ തലം വരെയുള്ള മേധാവികൾ വരെയുള്ള ഒരു ശൃംഖലയാണ് സ്കാലാർ ചെയിൻ. സ്ഥാപനത്തിലെ മേധാവികളുടേതായിട്ടുള്ള ഒരു ശൃംഖലയെ ആണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. ഈ സ്കാലാർ ചെയിനിൽ ചില ക്ലോസ് സർക്യൂട്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ
അവിടെ ആശയവിനിമയം ഏറ്റവും എളുപ്പത്തിലായി മാറുമെന്ന് ഫയോൾ അഭിപ്രായപ്പെടുന്നു. ഇതിനെയാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. സ്കലാർ ചെയിൻ ഈസ് ദി ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് or the line of authority from the highest rank to the lowest rank in the organization, established for the purpose of communication in both the directions. It establishes the channel through which communications should pass and also states the superior subordinate relationship in the organization. The principle of order, ക്രമം അഥവാ ഓർഡർ എന്ന തത്വമാണ് അടുത്തേത്. ഫയോളിൻ്റെ അഭിപ്രായത്തിൽ പരമാവധി കാര്യക്ഷമത നേടാൻ സാധനങ്ങളും ആളുകളും അനുയോജ്യമായ സ്ഥലത്ത് ഉചിതമായ സമയത്തുണ്ടായിരിക്കണം. ആളുകൾക്കും അതേപോലെ സാധനങ്ങൾക്കും ഒരു ക്രമം സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. സാധാരണയായി 2 തരം ഓർഡർ നിലവിലുണ്ട്. ഓർഡർ റെഫേഴ്സ് ടു ദി സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ് ആൻഡ് പേഴ്സൺ ഇൻ ദി ഓർഗനൈസേഷൻ. മെറ്റീരിയൽ ഓർഡറും സോഷ്യൽ ഓർഡറുമാണ് ആ 2 തരം ക്രമങ്ങൾ. സോഷ്യൽ ഓർഡർ റെഫേഴ്സ് ടു ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പേഴ്സൺ. ദെൻ മെറ്റീരിയൽ ഓർഡർ റെഫേഴ്സ് ടു ദി സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്. ക്രമപ്രകാരം സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മെറ്റീരിയൽ ഓർഡർ എന്ന് പറയുന്നത്. ക്രമപ്രകാരം ആളുകളെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. 11ാമത്തെ തത്വം ഇക്വിറ്റി, ന്യായം അഥവാ ഇക്വിറ്റി. തൊഴിലാളികളോടുള്ള മാനേജർമാരുടെ പെരുമാറ്റം ദയ, നീതി, കരുണ ഇവയുടെ അടിസ്ഥാനത്തിൽ ഉള്ളതായിരിക്കണം എന്ന മാനേജ്മെൻറ്റ് തത്വമാണ് ഇക്വിറ്റി തത്വം. The principle of equity implies that the managers should exercise kindness and justice in dealing with their subordinates. Equity means fair treatment to all personnel in the organization. സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരോടും ഒരേപോലെ, അതേപോലെ തന്നെ ന്യായം, അതേപോലെ കരുണ ഇവയുടെ അടിസ്ഥാനത്തിൽ ജീവനക്കാരോട് പെരുമാറണം എന്നുള്ള തത്വമാണ് ഇക്വിറ്റി തത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 12th പ്രിൻസിപ്പിൾ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ജോലി സ്ഥിരതാ തത്വം. പദവികളിൽ നിന്ന് ജോലിക്കാരെ കൂടെ മാറ്റരുതെന്ന് ഈ തത്വം അനുശാസിക്കുന്നു. അതായത് ജീവനക്കാർക്ക് ജോലിയിൽ സ്ഥിരത ഉറപ്പുവരുത്തണം എന്നാണ് ഈ തത്വം പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ദി പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ ഇംപ്ലൈസ് ദാറ്റ് എവറി എംപ്ലോയി മസ്റ്റ് ബി അഷ്വേർഡ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ജോബ് ബൈ ദി മാനേജ്മെൻറ്റ്. ജോലിയിൽ സ്ഥിരത ഉറപ്പുവരുത്തി കൊടുക്കേണ്ടത് ജീവനക്കാരുടെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുവാൻ അനിവാര്യമെന്നതാണ് ഈ തത്വം പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. 13ാമത്തെ തത്വം ഇനീഷ്യേറ്റീവ്, മുൻകൈയെടുക്കൽ. ശ്രദ്ധിക്കുക, ഈ തത്വമനുസരിച്ച് എല്ലാ തലത്തിലുമുള്ള ജീവനക്കാരെയും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മുൻകൈയെടുക്കാൻ മേധാവികൾ പ്രോത്സാഹനം നൽകേണ്ടതാണ്. Initiative means freedom to think out and execute a plan. The principle of initiative implies that the managers of an undertaking should encourage their subordinates to take some initiative in thinking out and executing plans. തങ്ങളുടെ കീഴ്ജീവനക്കാരെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം മേധാവികൾ ഉറപ്പുവരുത്തി കൊടുക്കണം. അങ്ങനെ വരുത്തി കൊടുത്താൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമത മെച്ചപ്പെടും എന്നാണ് ഫയോൾ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ലാസ്റ്റ് പ്രിൻസിപ്പിൾ 14th എസ്പ്രിറ്റ് ഡി കോപ്സ്, ഐക്യമാണ് ശക്തി. ജീവനക്കാർക്കിടയിൽ ഐക്യവും സംഘബോധവും വളർത്തണമെന്നാണ് ഈ തത്വം പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ദിസ് പ്രിൻസിപ്പിൾ മീൻസ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ആ ശക്തി നേടിയെടുക്കാൻ വേണ്ടി ജീവനക്കാർക്കിടയിൽ
സഹകരണ മനോഭാവവും ഐക്യവും വളർത്തിയെടുക്കുവാൻ വേണ്ടി മേധാവികൾ ശ്രമിക്കേണ്ടതാണ്. ദാറ്റ് ഈസ്, ഇറ്റ് സജസ്റ്റ് യൂണിറ്റി ഓർ ടീം സ്പിരിറ്റ് ആൻഡ് ടീം വർക്ക് എമംഗ് ദി എംപ്ലോയീസ്. നമുക്ക് ടൈലേഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിക്കാം. ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ പിതാവായിട്ടാണ് FW ടൈലർ അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന രീതിയിലാണ് FW ടൈലർ അറിയപ്പെടുന്നത്. അദ്ദേഹം നൽകിയിരിക്കുന്ന തത്വങ്ങളെയാണ് ടൈലേഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ്, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. എല്ലാ മാനേജ്മെൻറ്റ് വിഭാഗത്തിലും ശാസ്ത്രീയമായ രീതി അവലംബിക്കുക. അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ പ്ലേസ് ഓഫ് റൂൾ ഓഫ് തമ്പ് ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾ ഹാർമണി നോട്ട് ഡിസ്കോഡ്. ഭിന്നിപ്പല്ല, ഐക്യമാണ് വേണ്ടത്. ഇതാണ് അടുത്ത തത്വം. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് there should be complete harmony between the management and the workers. വർക്കേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഇടയിൽ ഐക്യമാണ് സൃഷ്ടിക്കപ്പെടേണ്ടത്. ഒരിക്കലും ഇവർക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. മാനേജ്മെൻറ്റും തൊഴിലാളികളും തമ്മിൽ പൂർണ്ണമായ യോജിപ്പുണ്ടാകണമെന്ന് ഈ തത്വം ഉറപ്പിച്ചു പറയുന്നു. മാനേജ്മെൻറ്റിനും തൊഴിലാളികൾക്കും പരസ്പരമുള്ള മനോഭാവത്തിലെ മാറ്റത്തിലൂടെ മാത്രമേ ഈ ഐക്യം നേടിയെടുക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതാണ് ഹാർമണി നോട്ട് ഡിസ്കോഡ്. തേർഡ് പ്രിൻസിപ്പിൾ, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. വ്യക്തിമഹത്വമല്ല, സഹകരണമാണ് വേണ്ടത്. വ്യക്തിമാഹാത്മ്യവാദത്തിനു പകരം മാനേജ്മെൻറ്റും തൊഴിലാളികളും തമ്മിൽ പൂർണ്ണമായ സഹകരണം ഉണ്ടാവണം എന്നതാണ് ഈ തത്വം പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. റീപ്ലേസിംഗ് ഇൻഡിവിജ്വലിസം ബൈ കോപ്പറേഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എയിംസ് അറ്റ് പ്രൊമോട്ടിംഗ് എ സ്പിരിറ്റ് ഓഫ് intimate cooperation and teamwork between the management and the workers, and also between the workers themselves. Development of each workers to his great individual efficiency. തൊഴിലാളികളുടെ പരമാവധി വികസനം. തൊഴിലാളികളുടെ കാര്യക്ഷമത അത്യാവശ്യമാണെന്നും അതിന് അവർക്ക് പരമാവധി അഭിവൃദ്ധി ലഭ്യമാക്കേണ്ടതാണെന്നും ഈ തത്വം പ്രസ്താവിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് വർക്കർ ടു ദി പോയിൻ്റ് ഓഫ് ഹിസ് ഗ്രേറ്റസ്റ്റ് ഇൻഡിവിജ്വൽ എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി, ആൻഡ് ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ദിസ് ഈസ് എൻഷുർഡ് ബൈ properly selecting the workers in accordance with the requirements of the jobs to be entrusted to them, by training them systematically so as to make them proficient for higher positions, and rewarding them suitably with promotion and higher wages. Techniques of scientific management. സാധാരണയായി ശാസ്ത്രീയ മാനേജ്മെൻറ്റിന് ചില ടെക്നിക്സ് ഉണ്ട്. അത്തരം ടെക്നിക്സ് ആണ് ഈ വിഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈസ് ദി ടെക്നിക്സ് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഫങ്ഷൻ അറ്റ് ദി ഷോപ്പ് ഫ്ലോർ ലെവൽ. സാധാരണയായി കീഴ്ത്തലത്തിൽ
പ്ലാനിംഗ്, നിർവഹണം എന്നീ ധർമ്മങ്ങളെ വേർതിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അനുസരിച്ച് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ മാനേജർക്ക് കീഴിൽ ഉണ്ടായിരിക്കും. ഈ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ എന്നീ സ്പെഷ്യലിസ്റ്റുകളും, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ഗാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ എന്നീ സ്പെഷ്യലിസ്റ്റുകളും അവർക്ക് കീഴിൽ വർക്കേഴ്സും ഉണ്ടായിരിക്കും. സെക്കൻഡ് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. നിലവാരവൽക്കരണവും ലളിതവൽക്കരണവും. ഇതാണ് രണ്ടാമത്തെ ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്ക്. ഓരോ ബിസിനസ് സംരംഭത്തിനും നിലവാരം അഥവാ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് നിലവാരവൽക്കരണം എന്ന് പറയുന്നത്. അനാവശ്യമായ വൈവിധ്യങ്ങൾ, വലിപ്പം, അളവുകൾ തുടങ്ങിയവ ഒഴിവാക്കുന്നതിനാണ് ലളിതവൽക്കരണം അഥവാ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. Standardization refers to the process of setting standards for every business activity. തേർഡ്, മെത്തേഡ് സ്റ്റഡി, രീതി പഠനം. ജോലി ചെയ്യാനുള്ള ഏറ്റവും നല്ല രീതി കണ്ടെത്താൻ വേണ്ടിയുള്ള പഠനമാണ് രീതി പഠനം അഥവാ മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി ഈസ് എ ടെക്നിക്സ് ടു നോ ദി വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. മോഷൻ സ്റ്റഡി, ചലന പഠനം. അനാവശ്യവും അനാരോഗ്യകരവുമായ ചലനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പഠനമാണ് ചലന പഠനം. സാധാരണയായി അനാവശ്യവും തെറ്റായി നിർദ്ദേശിക്കപ്പെട്ടതും ആയിട്ടുള്ള ചലനങ്ങളെ ഒഴിവാക്കുവാൻ, ചുരുങ്ങിയ സമയം കൊണ്ട് ജോലി ഭംഗിയായി പൂർത്തിയാക്കുവാൻ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള പഠനമാണ് ചലന പഠനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോഷൻ സ്റ്റഡി ഈസ് ദി സയൻസ് ഓഫ് എലിമിനേറ്റിംഗ് വേസ്റ്റ്ഫുൾനെസ് റിസൾട്ടിംഗ് ഫ്രം അൺനെസസറി, ഇൽ ഡയറക്റ്റഡ് ആൻഡ് ഇന്നെഫിഷ്യൻറ്റ് മോഷൻസ്. സാധാരണയായി ചില ചലനങ്ങൾ ആവശ്യമായി വരും ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി. എന്നാൽ ചിലതരത്തിലുള്ള ചലനങ്ങൾ അനാവശ്യമായിട്ട് വരും. ഇത്തരം അനാവശ്യമായിട്ടുള്ള ചലനങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അങ്ങനെ അവരുടെ കാര്യക്ഷമത കൂടുകയും സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുകയും ചെയ്യും ഈ ചലന പഠനം വഴി. ഫിഫ്ത്ത് ടെക്നിക്സ്, ടൈം സ്റ്റഡി, സമയ പഠനം. ശരിയായി നിർവചിക്കപ്പെട്ട ഒരു ജോലി പൂർത്തീകരിക്കാനുള്ള അംഗീകൃത സമയം നിർണ്ണയിക്കാനുള്ള ഒരു പഠനമാണ് സമയപഠനം. അതായത് ഒരു പ്രത്യേക ജോലി ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ടൈം നിശ്ചയിക്കുക എന്നതാണ് സമയപഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. Time study is the techniques of determining the standard time required to complete a well-defined job element. ആറാമത്തത്, ഫറ്റീഗ് സ്റ്റഡി, ക്ഷീണം സംബന്ധിച്ച പഠനം. ഒരു നിശ്ചിത ജോലി പൂർത്തീകരിക്കുന്നതിന് തൊഴിലാളിക്ക് അനുവദിക്കേണ്ട വിശ്രമ സമയത്തിൻ്റെ ദൈർഘ്യവും അതിൻ്റെ ഇടവേളകളും നിശ്ചയിക്കാനുള്ള ഒരു പഠനമാണ് ക്ഷീണം സംബന്ധിച്ച പഠനം അഥവാ ഫറ്റീഗ് സ്റ്റഡി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫറ്റീഗ് സ്റ്റഡി ഈസ് ദി ടെക്നിക്സ് ഓഫ് ഡിറ്റർമൈനിങ് ദി എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് എ പർട്ടിക്കുലർ ജോബ്. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം, വ്യത്യസ്തമായ വേതന നിരക്ക് സമ്പ്രദായം. സമർത്ഥരും അസമർത്ഥരും ആയ തൊഴിലാളികൾക്ക് വ്യത്യസ്തമായ വേതന നിരക്ക് നിശ്ചയിക്കുന്നതാണ് വ്യത്യസ്തമായ വേതന നിരക്ക് സമ്പ്രദായത്തിൽ. അതായത് സമർത്ഥരായ ജീവനക്കാർക്ക് ഉയർന്ന റേറ്റിൽ വേതനവും സമർത്ഥരല്ലാത്തവർക്ക്
താഴ്ന്ന നിരക്കിൽ വേതനവും നൽകുന്ന ഒരു സിസ്റ്റമാണ് ഇത്. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം റെഫേഴ്സ് ടു എ വേജ് സിസ്റ്റം wherein dual wage rates are fixed to differentiate between efficient and inefficient workers and wage paid accordingly. Techniques of scientific management. Mental revolution, മാനസിക പരിവർത്തനം. Mental revolution refers to a thorough change in the mental attitude of both the employer and the employees, both the management and subordinates. സാധാരണയായി മാനേജർമാർക്ക് തൊഴിലാളികളോടും തൊഴിലാളികൾക്ക് മാനേജ്മെൻറ്റിനോടും ഉള്ള സമീപനത്തിൽ കാതലായ മാറ്റം വരുത്തിക്കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ബന്ധം നിലനിർത്തി ഒരു മാനസിക പരിവർത്തനം സൃഷ്ടിക്കേണ്ടതുണ്ട്. അത് കാര്യക്ഷമതയെ കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്നിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മെൻ്റൽ റെവല്യൂഷൻ ഓൺ ദി പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് കോൺട്രിബ്യൂട്ട്സ് ടു ദി മാക്സിമൈസേഷൻ ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പാദനത്തിൻ്റെ അളവിനെ കൂട്ടുന്നു ഈ മെൻ്റൽ റെവല്യൂഷൻ. എല്ലാവർക്കും നന്ദി.